നിങ്ങൾ പട്ടിക്കാർന്ന് കൊടുക്കുന്ന പോലെ സ്ഥലത്താണിത്. പട്ടിക്കാർന്ന് കൊടുക്കുന്ന സ്ഥലത്തിനാ മർക്കസ് കൊടുക്കുന്നത്. നിങ്ങളതിനെ കട്ട് വെച്ചിട്ട് ഇവിടെ ക്ലിപ്പ് വെച്ച് കേൾപ്പിച്ചത്. ഇവ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഓരോന്നോരോന്നും കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു തീർക്കുക. ഓ സഹോദരന്മാരെ, പിന്നെ പറഞ്ഞത് സനത് ഷെയ്ഖുനാന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. എനിക്കും കൂടി പറഞ്ഞു തന്നിട്ടില്ല. എനിക്കും കൂടി പറഞ്ഞു തന്നിട്ടില്ല. ഒന്നാം ഖലീഫയും രണ്ടാം ഖലീഫയും പറയുന്നു. അതിനും കിട്ടി തക്ബീർ. കള്ളത്തരം പറയുന്നതിനൊക്കെ തക്ബീർ. മൗലവി അത് ശുദ്ധ കളവാണ്. എന്റെ സീഡിയിൽ അങ്ങനെ ഇല്ല, ഞാനങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഈ കളവിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മരിക്കണ്ടേ? എന്നെ കേൾപ്പിക്ക്, എന്റെ സീഡിയിൽ ക്ലിപ്പ് കേൾപ്പിക്ക്, ഞാനങ്ങനെ പറഞ്ഞതായി. പിന്നെ മൂപ്പര് പറയുന്നു, നമ്മളടുത്ത് പഠിച്ചൊരു കുട്ടി പോയിനു, അങ്ങനെ ചെന്നാൽ കാണിച്ചു കൊടുക്കാന്ന് പേനോന്തി പറഞ്ഞു. ഇയാളെ സംസ്കാരം പേനോന്തി വെച്ചാൽ ഓം തരുവണ പാവം. അയാളെന്തിനാ വിളിച്ചിരിക്കുന്നു? ഓം തരുവണ. അയാളെ കൊണ്ട പേനോന്തി ചെയ്തു പറഞ്ഞു. ഇയാളെന്താ ചെയ്യല്? പേന മുകളിലോട്ട് കുത്തല. ഇയാൾ ചിലതൊക്കെ എഴുതുണ്ടാവും. എഴുതുമ്പോ പേന ഇങ്ങനെ പൊക്കല. എന്തിനാ വേണ്ടാത്ത വഴി. എന്നിട്ടോ അതേസമയം പല പേനയൊന്തികളും പറയുന്നു, ആർക്ക് വേണമെങ്കിലും മർക്കസിൽ വന്നാൽ സനത് കാണിച്ചു കൊടുക്കും. സനത് മർക്കസിലേക്ക് അവർക്ക് വരാവുന്നതേ ഉള്ളൂ. അഹ്ലൻ വസഹ്ലൻ വിത്ത് ഓപ്പൺ ആം. ചെന്നവരെ മുഴുവൻ തിരിച്ചയച്ചു. വന്നോലൊക്കെ ഞങ്ങൾ തിരിച്ചയച്ചു. നിങ്ങൾ വന്നാലും തിരിച്ചേക്കൂ. നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ലേന്ന്. ഉസ്താദ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളെ ഹുദവിക്ക് കാണിച്ചിട്ട് വായിപ്പിച്ചിട്ട് പോരെ മതി തന്നെ. അയാൾ പോയി. എന്നിട്ട് നിങ്ങൾ ഒരു കഥ കേൾക്കണം. ഇയാൾ സൗദി പോയിട്ട് അവിടുന്ന് പ്രചരിപ്പിച്ച് അവിടുത്തെ നിങ്ങൾ ചോദിച്ചോളി, KMCCന്റെ നേതാക്കന്മാരെ വിളിച്ച് ചോദിച്ചോളി. അവിടെ പോയി ഇയാൾ പറഞ്ഞു അതിൽ സൗദീന്റെ ഫീലാണുള്ളത്. സൗദീന്റെ ഫീലാണുള്ളത് തന്നെ. എന്നാ പിന്നെ പരിശോധിക്കുക. അതങ്ങനെ തന്നെ ഉറപ്പാ സ്ത്രീകളുണ്ട്. കാരണം അവിടെ ഇതുണ്ടാവില്ലല്ലോ. ഇതൊക്കെ എന്തും പറയാലോ, ഹുദവിയല്ലേ സാധനം. അങ്ങനെ പോയിട്ട് എന്തായിന്ന് അറിയോ? അവിടുന്ന് നമ്മളെ പ്രവർത്തകന്മാർ നമുക്കൊന്നാളെ സംസാരിക്കാൻ പറ്റുമെന്ന് എന്നെ വിളിച്ചു വരും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സനത് ഞാൻ അയച്ചു തരാറ്. ഞാൻ ഇവിടുന്ന് ഇമെയിലും അയച്ചു വിടും. ഇവർക്ക് ഈശയിലിട്ടിട്ട് പോയി. ഇയാൾ സംസാരത്തിൽ ഇയാൾ പറഞ്ഞു അത് സൗദിന്റെ ബാളിലെ സൗദിന്റെ സീലാണ് അതിലുള്ളതെന്ന്. വടക്കേ ഇന്ത്യന്ന് വിറ്റ സനദിലെ സൗദിന്റെ സീലാണ് പറഞ്ഞു ഇയാൾ കൊണ്ട് ഉറപ്പിച്ചെങ്കിൽ പറയിച്ചതിന്റെ ശേഷം മെല്ലെ കീശയിൽ ഇതിങ്ങെടുത്ത് ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടോ. എടുത്തങ്ങ് കാണിച്ചു കൊടുത്തപ്പോ വിയർത്തില്ലേ ഹുദവി ഇല്ലേ? വേണ്ടി വന്നാൽ അതിന്റെ ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ KMCCന്റെ നേതാക്കന്മാര് നിങ്ങളെ പെട്ടെന്ന് ക്ലിപ്പാക്കല്ലേ എന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞത് കൊണ്ട് മാന്യത കൊണ്ട് ഞങ്ങളെ ചെയ്യുന്നില്ല. കയ്യിലുണ്ട് കേട്ടോ. നിങ്ങളെ ഈ തട്ടിപ്പുണ്ടല്ലോ, കള്ളത്തരം പറഞ്ഞില്ല തട്ടിപ്പ്. സുഹൃത്തുക്കളെ, പുതിയ ഇൽഹാം എന്താ അറിയോ? പള്ളി ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളെ മൊയ്ലാര ഫത്വ. പള്ളി മോടി കൂട്ടാൻ പാടില്ല. മൊയ്ലാര ഫത്വ. മക്കയിലും മദീനൊക്കെ പോയവർക്ക് അറിയാം അവിടെയൊക്കെ പള്ളിക്ക് മോടി ഉണ്ടോ. ഇവിടുത്തെ അവിടെ കട്ടെ, നമ്മളെ കഷ്ടമാക്കട്ടെ. അബൂദാബിയിൽ ഷെയ്ഖ് സായിദ് എടുത്ത പള്ളിയുണ്ട്. അതിനൊക്കെ എത്ര മോടിന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ പുതിയ വഹി വന്നിരിക്കുന്ന സെക്രട്ടറിക്ക് പള്ളികൾ ഇങ്ങനെ കണക്കിലേറെ ഉയർത്തി നീട്ടിടിക്കൽ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഖാലബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലതുസഖിരിഫുന്നഹാ, പള്ളിയെ നിങ്ങൾ അനാവശ്യമായി മോടി കൂട്ടി വലുതാക്കി ഉണ്ടാക്കും. കമാ സഖറഫത്തിൽ യഹൂദു വന്നസാറ, യഹൂദി നസാറകൾ ചെയ്തതുപോലെ. അതിന് മഹാന്മാർ വ്യാഖ്യാനിക്കുന്നത് തസ്യീദുൽ മസാജിദ് റഫഉൽ ബിനാഇ വ തത്വീലുഹു, ആവശ്യമില്ലാണ്ടങ്ങ് നീട്ടി ഉയർത്തി വെറുതെ ഇങ്ങനെ പള്ളി വലുതാക്കി ഉണ്ടാക്കുക, അത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ലതുസഖിരിഫന്നഹാ, നിങ്ങൾ അതിനെ ഭംഗിയാക്കും. ലതുസയ്യിന്നഹാ, നിങ്ങൾ അതിനെ ഭംഗിയാക്കി ഉപയോഗിക്കും. പിന്നെ ഫാത്തുഹുൽ ബാരി ഒന്ന് നോക്കൂടെ മുസ്ലിയാരെ? ഫാത്തുഹുൽ ബാരിയിൽ ഈ വിഷയമൊക്കെ പറഞ്ഞിട്ട് ഖാലബിനുൽ മുനീർ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? പഴയ കാലത്ത് അങ്ങനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. കാരണം ആൾക്കാരെ വീടൊക്കെ ഒരു ചെറ്റപ്പോരാ. അല്ലാഹു റസൂലിന്റെ കാലത്തോ നമ്മൾ ഇവിടെ പണ്ട് സിറാജുൽ തന്നെ മദ്രസ തുടങ്ങിയ മാതിരി തെറ്റാ. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇന്ത്യയിൽ നിന്ന് വരുന്ന തേക്ക്, ആ തേക്ക് കൊണ്ടുവന്ന് പള്ളി ഉഷാറാക്കിയില്ലേ? അതേ ഇന്ത്യയിൽ നിന്നും മറ്റും വരുന്ന തേക്ക് കൊണ്ട് ഉഷാറാക്കിയില്ലേ? അതിന്റെ ശേഷം സഹാബത്ത് പള്ളി ഉഷാറാക്കിയില്ലേ? എന്താ കാരണോ? ഇബ്നുൽ മുനീർ തങ്ങൾ പറയുന്നു, ജനങ്ങളുടെ മറ്റ് ബിൽഡിങ്ങുകളൊക്കെ വളരെ അലങ്കാരത്തോടെ നിർമ്മിക്കുന്ന കാലത്ത് അല്ലാഹു എടുക്കുന്ന പള്ളി മാത്രം അലങ്കാരമില്ലാതെ, ഉയർച്ചയില്ലാതെ,
വന്നാൽ അത് അല്ലാഹുവിന്റെ ഇബാദത്തെടുക്കുന്ന കേന്ദ്രത്തെ നിസ്സാരപ്പെടുത്തലായി പോകും. അതുകൊണ്ട് പള്ളി അതാ ഭംഗിയാക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫത്ഹുൽ ബാരിയിൽ ഇല്ലേ മുസ്ലിയാരേ, നിങ്ങൾ പള്ളിക്കെതിരെ പ്രസംഗം തുടങ്ങി, നിങ്ങൾ AP ഉസ്താദിനെതിരെ തുടങ്ങി, റസൂലുള്ളാഹിന്റെ മുടിക്കെതിരെ തുടങ്ങി, ഇപ്പൊ പള്ളിക്കെതിരെ പ്രസംഗം തുടങ്ങിയല്ലേ? ചോദിക്കട്ടെ, നിങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പ്രസംഗം പള്ളിക്കെതിരെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ അള്ളാന്റെ ദീന് പറയലാണ് ഉദ്ദേശമെങ്കിൽ ഇത് ഇതുവരെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല സമൂഹത്തോട്? ഇത് നിങ്ങളുടെ വഞ്ചനയല്ലേ, ഹസദല്ലേ? പിന്നെ അയാൾ വായിച്ചതിനെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അങ്ങനെ തരംതാകുന്നില്ല. എന്നെ കൊണ്ട് എന്നിട്ട് മതി ഞങ്ങളെ അറബി പഠിപ്പിക്കാൻ അതൊക്കെ കഴിഞ്ഞിട്ട് മതി. 1ാം ക്ലാസ് ചെയ്താൽ 1ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് മതി ഞങ്ങളെ അറബി പഠിപ്പിക്കണം. നേരെ പകരോ നിങ്ങൾ അതിനെ ഭംഗിയാക്കും, നിങ്ങൾ അതിനെ ഭംഗിയാക്കി എന്ന് പറയാനൊക്കെ എനിക്ക് അറിയും കേട്ടോ. അത്രയും ഇപ്പൊ പറഞ്ഞു, ബാക്കി മൊയിലാന്മാർ തീരുമാനിച്ചോട്ടെ. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ആ ഇബ്നുൽ ഹാജ് തങ്ങൾ ഒരു ദിവസം കണ്ടു ഒരു ഹദീസ്. എന്താണ് ഹദീസ്? ബുധനാഴ്ച നഖം മുറിക്കുന്നത് നന്നല്ല അല്ലേ? എങ്ങനല്ലേ? ബുധനാഴ്ച നഖം മുറിക്കുന്നത് നന്നല്ല. ആ ഹദീസ് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവര് ചിന്തിച്ചു, നഖം മുറിക്കാനായിട്ടില്ലേ? നീണ്ടിട്ടുണ്ടല്ലോ നഖം, സുന്നത്തല്ലേ നഖം മുറിക്കല്? ബഹുമാനപ്പെട്ടവർ നോക്കി ഹദീസിന്റെ പരമ്പര എങ്ങനെ? ഹദീസ് സഹീഹായാലും എടുത്തുകൂടാന്നല്ലേ നേരത്തെ ഒരു ജാഹില് പറഞ്ഞത്? സുഹൃത്തുക്കളെ, സനദൊന്ന് പരിശോധിച്ചു. സനദ് പരിശോധിക്കാൻ അറിയുന്ന മഹാപണ്ഡിതനാണ് ഇബ്നുൽ ഹാജ് തങ്ങൾ, അല്ലാതെ സനദും മിന്നിയാനാന്ന് വായിക്കുന്ന ആളല്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങൾ സനദൊന്ന് പരിശോധിച്ചപ്പോ ആ സനദ് സഹീഹല്ല, ദുർബലമായ സനദാണ്. മഹാനവറുകൾ വിചാരിച്ചു സനദ് സഹീഹല്ലല്ലോ. അങ്ങനെ മഹാനവറുകൾ നഖം മുറിക്കാൻ തയ്യാറായി. ബുധനാഴ്ച നഖം മുറിച്ചു. സുബ്ഹാനല്ലാഹ്. അക്കാരണത്താൽ ശരീരം മുഴുക്കെ വെള്ളപ്പാണ്ട് രോഗം പിടിച്ചുപോയി. സങ്കടമായി പോയി വെള്ളപ്പാണ്ട് രോഗം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ ബുധനാഴ്ച നഖം മുറിക്കരുതെന്ന്. പക്ഷേ അതിന്റെ പരമ്പര വിശ്വാസയോഗ്യമാണോ എന്ന് പരിശോധിച്ചപ്പോ അതിന്റെ പരമ്പര വിശ്വാസയോഗ്യമായി തെളിഞ്ഞില്ല. അതിന്റെ പേരിൽ അത് അവഗണിച്ചു കളഞ്ഞു, നഖം മുറിച്ചു. പക്ഷേ അതാ വെള്ളപ്പാണ്ട് രോഗം വന്നുപോയി. ബഹുമാനപ്പെട്ടവര് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന മഹാനാണ്, ഇസ്തിഗാസ ചെയ്യുന്ന മഹാനാണ്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ ഒരദബ് കേടായി പോയില്ലേ? റസൂലുള്ളാഹിന്റെ ഒരു വാക്കാണെന്ന് കാണുമ്പോ അതൊന്ന് പരിഗണിക്കണ്ടേ? സനദ് നോക്കിയിട്ടാണോ റസൂലുള്ളാഹിനെ പരിഗണിക്കൽ? അല്ലാഹുവിന്റെ റസൂലിനെ പരിഗണിക്കണ്ടേ? അത് പരിഗണിക്കാത്തതുകൊണ്ട് വെള്ളപ്പാണ്ട് വന്നുപോയി. സലാത്ത് വർദ്ധിപ്പിക്കുന്നു, ഇസ്തിഗാസ ചെയ്യുന്നു, സൽക്കർമ്മം ചെയ്യുന്നു മഹാനവറുകൾ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പില് ഈ വെള്ളപ്പാണ്ട് രോഗവുമായി നിൽക്കുമ്പോ അവിടുന്ന് പറയുന്നു, നിങ്ങൾ ബുധനാഴ്ച നഖം മുറിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്തിന് നഖം മുറിച്ചു? ബഹുമാനപ്പെട്ടവരെ മറുപടി, നബിയേ, ഞാനതിന്റെ സനദ് പരിശോധിച്ചു, സനദ് സഹീഹല്ല, പരമ്പര സഹീഹല്ല. അതുകൊണ്ട് ഞാൻ ആ ഹദീസ് അവഗണിച്ച് ഞാൻ അതാ നഖം മുറിച്ചു പോയി. അപ്പോഴവിടുത്തെ ചോദ്യം, ഞാനങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടില്ലേ? സനദൊക്കെ എന്തെങ്കിലും ആട്ടെ, എന്റെ വാക്കാണ് എന്ന് നിങ്ങൾ കേട്ടില്ലേ? ആ കേട്ട സ്ഥിതിക്ക് റസൂലുള്ളാഹിന്റെ വാക്കാന്ന് കേട്ട സ്ഥിതിക്ക് ഒന്ന് പരിഗണിക്കാന്ന് വെച്ചുകൂടായിരുന്നു നിനക്ക്? നിങ്ങൾക്കൊന്ന് പരിഗണിക്കാന്ന് വെച്ചൂടെ? എന്റെ ഒരു വാക്കാന്ന് കേട്ടില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? മാപ്പാക്കണം നബിയേ,
മാപ്പാക്കണം നബിയേ. തങ്ങളെ അവഗണിച്ചതല്ല, തങ്ങളെ വാക്കിനെ അവഗണിച്ചതല്ല. ഞാൻ കിതാബിൽ സനദ് സഹീഹല്ലാത്തത് കൊണ്ട് ഞാൻ തങ്ങൾ പറഞ്ഞതായിരിക്കൂല എന്ന നിലക്ക് ഞാൻ തള്ളിക്കളഞ്ഞതാണ് നബിയേ. അബദ്ധം പറ്റിപ്പോയി, മാപ്പാക്കണം നബിയേ. നേരെ അവിടുത്തെ ശരീരത്തിൽ, ഇബ്നുൽ ഹാജ് ഞങ്ങളുടെ ശരീരത്തിൽ കൈകൊണ്ടങ്ങ് തടകിക്കൊടുത്തു. കം അബറത്ത് വസിബൻ ബില്ലം സിറാഹതുഹു. അവിടുത്തെ കൈകൊണ്ട് തടകിയപ്പോൾ എത്ര രോഗങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അതെ, ഇബ്നുൽ ഹാജ് തങ്ങൾ ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോ വെള്ളപ്പാണ്ട് രോഗമില്ല, മാറിപ്പോയി. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ജാമിഉ സഗീറിന്റെ ശറഹിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ തെളിവില്ലാതെ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന്റെയും തെളിവ് ഞാൻ പറയുന്നു. അതുകൊണ്ട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകേശം ഞങ്ങൾ അതാ സനദ് വായിച്ചാലും സ്വീകരിക്കൂല, കത്തിച്ച് കാണിച്ചാലും സ്വീകരിക്കൂല എന്ന വാശിയുമങ്ങി നടക്കുന്ന അസൂയക്കാരുണ്ടല്ലോ. അവരെ വാക്ക് കേട്ടിട്ട് മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സർഫാക്കപ്പെട്ട മുടിയെ നിസ്സാരപ്പെടുത്തല്ല കേട്ടോ, കുറ്റം പറയല്ല കേട്ടോ, പരിഹസിക്കല്ല കേട്ടോ. നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ ആഖിറത്തിൽ നിങ്ങളെ രക്ഷിക്കൂല കേട്ടോ. ഈ കാര്യം മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വികാരം അള്ളാന്റെ റസൂലിന്റെ മുടി കരിക്കണം എന്ന് മറ്റേ മുസ്ലിയാര് പറഞ്ഞപ്പോ, അതുപോലെ ശുദ്ധ നുണ പറഞ്ഞിട്ട് മുജാഹിദിനെ വളർത്തുന്നത് കണ്ടപ്പോ, അതുപോലെ ശുദ്ധ നുണ പറഞ്ഞു നടക്കുന്നത് കണ്ടപ്പോ, അള്ളാന്റെ ദീന് കൊണ്ടല്ലേ അള്ളാഹ് ഈ കൂട്ടര് കളിക്കുന്നത് എന്ന് നിലക്കും എന്റെ വാക്കിലെവിടെയെങ്കിലും കടുപ്പം കൂടിപ്പോയെങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്ക് ഞാൻ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഹഖ് ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തങ്ങൾ അവർകൾ മുസ്ലിമീങ്ങൾ ഐക്യത്തിലാകണമെന്ന് ആഗ്രഹിച്ചു. കെ ഉസ്താദ് ആഗ്രഹിച്ചു, പി ഉസ്താദ് ആഗ്രഹിച്ചു, ഇങ്ങനെ പലരും ആഗ്രഹിച്ചു. നെല്ലിക്കുത്ത് ഉസ്താദ്, പയ്യനാട് തങ്ങൾ, ഹുസൈൻ ശിഹാബ് തങ്ങൾ, ഇങ്ങനത്തെ പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു എല്ലാവരെ കബറിനെയും സന്തോഷത്തിലാക്കട്ടെ. കണ്ണിത്ത് ഉസ്താദ്, കെ ഉസ്താദ്, അതുപോലെ കഴിഞ്ഞുപോയ കെ ഉസ്താദ്, പുല്ലൂക്കര ഉസ്താദ്, സി ഉസ്താദ്, അങ്ങനെ എത്രയോ ആളുകൾ നമ്മൾ മരിച്ചുപോയി. നമ്മളെ ഈ സിറാജുള്ളതിന്റെ തുടക്കത്തിൽ നമ്മളെ തെക്കേക്കര കുഞ്ഞബ്ദുൽ ഹാജി മുതൽക്ക് ഈ കരുവളത്തിലെ കുഞ്ഞബ്ദുൽ ഹാജി മുതൽക്ക് ഞാൻ പേര് പറഞ്ഞാൽ തീരൂല, ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് ആമിച്ചവരെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അള്ളാഹു എല്ലാവരും കബറിനെയും സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഈ അടുത്ത് മരിച്ചുപോയ പുഞ്ചങ്കണ്ടി അഹമ്മദ് ഹാജി, അതുപോലെ തുടങ്ങിയിട്ട് നമ്മളെ പ്രവർത്തകന്മാർ, നമ്മളെ കുട്ടിയാലിക്കാരൻ്റെ ഭാര്യ ഇന്നലെ മരിച്ചുപോയി, മിന്നാന്ന് മരിച്ചുപോയി, കുട്ടിയാലിക്ക തന്നെ മരിച്ചുപോയി, അതുപോലെ തുടങ്ങി പലരും മരിച്ചുപോയി. നമ്മളെ ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ച ഒരു ഷെഡ് നിസ്കരിച്ച് പലരും മരിച്ചുപോയി. അള്ളാഹു അവർക്കൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കാനില്ല. അവരൊക്കെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഈ സിറാജുൽ ഹുദ ആരംഭിച്ചത് മുതൽക്ക് ഇന്ന് വരെ ഇതിനെ സഹായിച്ചവർ, ഇന്ന് ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പൊന്നുകൊണ്ട് തന്നവരുണ്ട്, നേരത്തെ പൈസ കൊണ്ട് തന്നവരുണ്ട്, പല നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. അള്ളാഹുവേ, ഈ സ്ഥാപനത്തിന് എവിടെ വെച്ച് ആരെന്ത് നേർച്ച ചെയ്തോ അതിന് നീ ഫലം കൊടുക്കണം റഹ്മാനെ. ആര് എന്തുദ്ദേശത്തിൽ ഈ സ്ഥാപനത്തിൽ വന്നു അവർക്കൊക്കെയും നീ ഫലം കൊടുക്കണം റഹ്മാനെ. മർക്കസ് സഖാഫത്ത് സുന്നിയ മുതൽ ജാമിയ സൈദിയ മഖറു സുന്നിയ മഅദിനി മജ്മഅ് തുടങ്ങി സിറാജുൽ തുടങ്ങി ഞങ്ങൾ എല്ലാ സ്ഥാപനങ്ങളെയും നീ അഭിവൃദ്ധിപ്പെടുത്തണം റഹ്മാനെ.